റെവലേഷൻ 5:9-12 വെളിപ്പാടിൻ്റെ 5-ാം അധ്യായത്തിൻ്റെ 9 തൊട്ടുള്ള വാക്യമാണ് എടുക്കുന്നത്. വീണ്ടും ക്രിസ്തുവിൻ്റെ രക്തത്തിൻ്റെ മഹത്വം തന്നെയാണ് ഇവിടെ പറയുന്നത്. ഈ ദിവസങ്ങളിലെല്ലാം ക്രിസ്തുവിൻ്റെ രക്തത്തെക്കുറിച്ചാണ് പഠിപ്പിക്കുന്നത്. ഇതൊരു വിശാലമായൊരു ടോപ്പിക്കാണ്. പക്ഷേ ഓരോ ദിവസവും അല്പം ഓരോ പ്രധാനപ്പെട്ട വാക്യങ്ങളെടുത്ത് പറയുന്നത്, നമ്മൾ ഏതെങ്കിലും ഒരു വാക്യം നമുക്ക് പ്രയോജനപ്പെട്ടാൽ നമ്മുടെ കുടുംബത്തിന് വിടുതലാണ്. ഏറ്റെടുത്ത് വാങ്ങിച്ചെടുക്കുക. നമ്മളെ അനുഗ്രഹങ്ങൾ മുമ്പിൽ കൊണ്ടുവരുമ്പോൾ അത് വിനയപ്പെട്ട് വാങ്ങിക്കാനുള്ള ഹൃദയമുണ്ടാകാൻ പറ്റും. നമുക്ക് പണം കിട്ടിയിട്ടോ അല്ലെങ്കിൽ നമുക്ക് ഉദ്ദേശിക്കുന്ന കാര്യം നേടിയിട്ടോ അല്ല ജീവിതത്തിലെ നിയന്ത്രണം. ക്രിസ്തു നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ എല്ലാ കാര്യങ്ങൾക്കും വിടുതൽ വരും. വെളിപ്പാടിൻ്റെ 5:9 ഇങ്ങനെയാണ്: പുസ്തകം വാങ്ങുവാനും അതിൻ്റെ മുദ്ര പൊട്ടിപ്പാനും നീ യോഗ്യൻ. നീ അറുക്കപ്പെട്ടു നിൻ്റെ രക്തം കൊണ്ട്. ഇവിടെ രക്തത്തെക്കുറിച്ചാണ് പറയുന്നത്. അവൻ അറക്കപ്പെട്ടു. അതുകൊണ്ട് അത് കഴിഞ്ഞിട്ട് പറയുന്നത് അവൻ്റെ രക്തം കൊണ്ട് സർവ്വഗോത്രത്തിലും ഭാഷയിലും വംശത്തിലും ജാതിയിലും നിന്നുള്ളവരെ ദൈവത്തിനായിട്ട് വിലയ്ക്ക് വാങ്ങി. എങ്ങനെയാണ് വിലയ്ക്ക് വാങ്ങിയത്? ക്രിസ്തുവിൻ്റെ രക്തം കൊണ്ട്. വേറൊരു കറൻസി ഇവിടെ ഇല്ല. ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അങ്ങനെയാണ് നമ്മൾ കുഞ്ഞുങ്ങളെ തിരിച്ചു വാങ്ങിക്കുന്ന പിശാചിൻ്റെ കയ്യിൽ നിന്ന്. കർത്താവിൻ്റെ രക്തം കൊണ്ട്. ശത്രു എടുത്തുകൊണ്ട് പോയ സാധനം തിരിച്ചു വാങ്ങിക്കുന്ന രക്തം കൊണ്ട്. ശത്രുവിൻ്റെ കയ്യിൽ നിന്ന് അധികാരം പറഞ്ഞ് വാങ്ങിക്കുന്ന രക്തം കൊണ്ട്, വേറൊന്നുമല്ല. വിലയ്ക്ക് വാങ്ങി. ഞങ്ങളുടെ ദൈവത്തിന് അവരെ രാജ്യവും പുരോഹിതന്മാരും ആക്കി വെച്ചു. ഇങ്ങനെ വീണ്ടെടുക്കപ്പെട്ടവർക്ക് ഒരു പ്രത്യേകതയുണ്ട്. അവരെ രാജ്യവും പുരോഹിതന്മാരും. വളരെ വിശാലമായ ഒരു അർത്ഥമാണ്. രാജ്യം എന്ന് പറയുമ്പോൾ ഒരു ടെറിട്ടറി നമ്മളെ ഏൽപ്പിക്കുകയാണ്. പുരോഹിതൻ എന്ന് പറയുമ്പോൾ എന്തുവാ? ദൈവത്തിനും മനുഷ്യനും മധ്യസ്ഥം നിന്നുകൊണ്ട് പാപപരിഹാരത്തിനായിട്ട് ദൈവവുമായിട്ടുള്ള ബന്ധം സ്ഥിരപ്പെടുത്തുക. ഇത് രണ്ടും ആക്കി വെച്ചിരിക്കുന്നെന്ന് വെളിപ്പാടിലാണ്. വരാൻ പോകുന്നതാണെന്ന് ചിലർ പറഞ്ഞു. ആത്മാവുള്ളവർക്ക് ഇത് മനസ്സിലാകും. നമുക്ക് ഇപ്പോഴും ഉപയോഗിക്കാൻ സാധിക്കും. പരിശുദ്ധാത്മാവിന് പാസ്റ്റ്, പ്രസൻറ്റ്, ഫ്യൂച്ചർ എന്ന് പറഞ്ഞുകൊണ്ട് മാറ്റിവെക്കുന്ന കഷ്ടനില്ല. കാരണം ആൽഫ ആൻഡ് ഒമേഗ ഈസ് ഇൻ ക്രൈസ്റ്റ്. ക്രിസ്തുവിൽ തുടങ്ങി ക്രിസ്തുവിൽ അവസാനിക്കും. മനുഷ്യന് മാത്രം. ഇൻ ഇറ്റേണിറ്റീസ് ടൈം ഈസ് സോ വാസ്റ്റ് ഇല്ലേ? പക്ഷെ അതിനകത്ത് നമുക്ക് മനുഷ്യന് ജീവിക്കാൻ വേണ്ടി ഒരു ടൈം നിയോഗിച്ചിരിക്കുന്നത് ക്രിസ്തുവിലാണ്. ആൽഫ ആൻഡ് ഒമേഗ, ആദി അവസാനം. അവനിലാണ് നമ്മൾ തുടങ്ങുന്നത്, അവനിലാണ് നമ്മൾ എൻഡ് ചെയ്യുന്നത്. പക്ഷെ അവനിലാണ് ജീവിതം നയിക്കുന്നത്. ഭൂമിയിൽ ജീവിക്കുന്ന ഒരു അല്പകാലം ഇറ്റേണലായിട്ടുള്ള നിത്യമായ ജീവൻ്റെ ഒരു ഉറവിടമാണെന്ന് മനസ്സിലാക്കിയാൽ നമുക്ക് വലിയ വിടുതൽ ദൈവം അതിൽ നിന്ന് വാങ്ങിച്ചെടുക്കാൻ സാധിക്കും. അപ്പം നമ്മൾ വിലയ്ക്ക് വാങ്ങിച്ച് രാജ്യവും പുരോഹിതന്മാരും ആക്കി വെച്ചു. അവർ ഭൂമിയിൽ വാഴുന്നു എന്നൊരു പുതിയ പാട്ട് അവർ പാടുന്നു. പിന്നെ ഞാൻ ദർശനത്തിൽ സിംഹാസനത്തിൻ്റെയും ജീവികളുടെയും മൂപ്പന്മാരുടെയും ചുറ്റിലും ഏറിയ ദൂതന്മാരുടെ ശബ്ദം കേട്ടു. അവരുടെ എണ്ണം 10,000 ആയിരമായിരുന്നു. അവർ അത്യുച്ചത്തിൽ അറുക്കപ്പെട്ട കുഞ്ഞാട് ശക്തിയും ധനവും ജ്ഞാനവും ബലവും ബഹുമാനവും മഹത്വവും സ്തോത്രവും ലഭിപ്പാൻ യോഗ്യനെന്ന് പറഞ്ഞു. എന്തൊക്കെയാണ് ഈ 10,000 ദൂതഗണങ്ങളുടെ 10,000 ദൈവത്തിൻ്റെ മൂപ്പന്മാരും ദൂതഗണങ്ങളും നിൽക്കുന്നതിൻ്റെ നടുക്കൽ നമ്മളൊരു ശബ്ദം കേൾക്കുന്നത് എന്തുവാണ്? അറുക്കപ്പെട്ട കുഞ്ഞാട് ശക്തി, ധനം, ജ്ഞാനം, ബലം, ബഹുമാനം, മഹത്വം, സ്തോത്രം. അപ്പം നമുക്ക് ശക്തി എവിടെ നിന്ന് കിട്ടുന്നത്? കുഞ്ഞാടിൽ നിന്ന്. ധനം എവിടുന്ന? ദൈവത്തിൽ നിന്ന്. ജ്ഞാനം എവിടുന്ന? ദൈവത്തിൽ നിന്ന്. ബലം എവിടുന്ന? ദൈവത്തിൽ നിന്ന്. ബഹുമാനം എവിടുന്ന? ദൈവത്തിൽ നിന്ന്. മഹത്വം എവിടുന്ന? ദൈവത്തിൽ നിന്ന്. സ്തോത്രവും ദൈവത്തിന് ലഭിപ്പാൻ ഇതെല്ലാം ഉൾക്കൊള്ളുന്ന ഒരാളാണ് യേശു ക്രിസ്തു. ആ അറക്കപ്പെട്ട കുഞ്ഞാടിൻ്റെ മുമ്പിൽ ആർക്ക് നിൽക്കാൻ സാധിക്കും? നമ്മളെങ്ങനെയാണ് നിൽക്കുന്നതെന്ന് ചോദിച്ചാൽ അവൻ്റെ രക്തം കൊണ്ട് നമ്മളെ വിലയ്ക്ക് വാങ്ങിയെന്നുള്ള ബോധം വരുമ്പോൾ, ഈ ബോധം ഉൾക്കൊള്ളാൻ ഒരു ആയുസ് മുഴുവൻ പലപ്പോഴും എടുക്കേണ്ടി വരും. പക്ഷെ ഇത് ഉൾക്കൊണ്ടില്ല എങ്കിൽ നിത്യത നഷ്ടപ്പെടും എന്നുള്ളൊരു സത്യം മനസ്സിലാക്കണം. ലോകത്തിൽ ഇങ്ങനെ വന്നും പോയും പല കാര്യങ്ങളിരിക്കും. പക്ഷെ ഒരിക്കലും മാറാത്ത നിത്യവചനം നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടായിരിക്കണം. അല്ല നാളെ ഈ പുസ്തകങ്ങളെ ബാൻ ചെയ്തെന്നിരിക്കട്ടെ. ചില കൺട്രീസിലൊക്കെ ബൈബിൾ ബാൻ ചെയ്തെന്ന്, ബൈബിൾ ഇനി ഉപയോഗിക്കാൻ. അതിനു മുൻപേ ഈ ബൈബിളിനകത്തുള്ള മുഴുവൻ പുസ്തകങ്ങൾ നമ്മുടെ മനസ്സുകൊണ്ട് ഇത് ഗ്രഹിച്ചു വെച്ചിട്ടുണ്ട്.
ഞാൻ അമേരിക്കയിൽ ചെന്നപ്പം മിക്കവാറും പിള്ളേരെ ഈ ക്രിസ്ത്യൻ മെസ്സേജസൊക്കെ കേൾപ്പിക്കാൻ കൊണ്ടുപോകും. അപ്പോൾ അവിടെ ഞാൻ ഒരു പ്രാവശ്യം ഞാൻ ഓർക്കുന്നുണ്ട്, അവിടെ ചെന്നപ്പം ഒരു മനുഷ്യൻ മർക്കോസിൻ്റെ സുവിശേഷം മുഴുവനും കാണാതെ മോണോ ആക്ട് പോലെ ചെയ്ത് കാണിച്ചു. അത് വേർഡ് ഫോർ വേർഡ് തെറ്റാതെ അദ്ദേഹം മുഴുവൻ സുവിശേഷവും പറഞ്ഞു. അതെന്ത് ഒരാളങ്ങനെ പറയണമെങ്കിൽ അത് മുഴുവൻ തലയിൽ രജിസ്റ്റർ ചെയ്യണമെങ്കിൽ എന്തുമാത്രം ശ്രദ്ധ കാണിക്കും. പണ്ട് കാലങ്ങളിൽ ഇതുപോലെ നമ്മൾ എഴുതുന്ന പോലെ എഴുതാനൊന്നും ഒക്കത്തില്ലായിരുന്നു. അന്ന് അവരെല്ലാം അവരുടെ ബുദ്ധിമണ്ഡലത്തിൽ രജിസ്റ്റർ ചെയ്ത് വെച്ചിരിക്കുകയാണ്. അത് പാസ് ഇറ്റ് ഓൺ ഫ്രം ജനറേഷൻ ടു ജനറേഷൻ. അങ്ങനെ തന്നെ ദൈവം തമ്പുരാൻ പാസ് ഇറ്റ് ഓൺ ചെയ്ത് എഴുതിയിരിക്കുന്ന ബുക്കുകളാണ് നമ്മുടെ കയ്യിലിരിക്കുന്ന വേദപുസ്തകവും. എന്നാൽ ഈ വെളിപ്പാട് യോഹന്നാന് വെളിപ്പെടുത്തി കൊടുത്ത ഭാഗമാണ്. അതിനകത്താണ് എഴുതിയിരിക്കുന്നത്, കുഞ്ഞാട് എന്തിനൊക്കെ ശക്തിക്ക്, ധനത്തിന്, ജ്ഞാനം, ബഹുമാനം, ബലം, മഹത്വം, സ്തോത്രം ലഭിപ്പാൻ കുഞ്ഞാട് യോഗ്യൻ. അവനിൽ നിന്നാണ് നമ്മൾ പ്രാപിച്ചെടുക്കുന്നത്, വേറൊരു വഴിയില്ല. സ്വർഗത്തിലും ഭൂമിയിലും ഭൂമിക്ക് കീഴിലും സമുദ്രത്തിലുള്ള സകല സൃഷ്ടിയും അവയിലുള്ള ഒക്കെയും സിംഹാസനത്തിൽ ഇരിക്കുന്നവനും കുഞ്ഞാടിനും സ്തോത്രവും ബഹുമാനവും മഹത്വവും ബലവും എന്നേക്കും ഉണ്ടാകട്ടെ എന്ന് പറയുന്നത് ഞാൻ കേട്ടു. അപ്പം നമ്മൾ ദൈവത്തിന് മഹത്വം കൊടുക്കാൻ, സ്തുതി കൊടുക്കാൻ, ദൈവത്തിന് അവൻ അർഹിക്കുന്നതായ പ്രശംസ കൊടുക്കുവാൻ നമ്മൾ മനസ്സിലാക്കണം. ഈ ജീവനുള്ള ദൈവത്തെ ആരാധിക്കാൻ നമ്മൾ തയ്യാറായില്ല എങ്കിൽ ഈ ജീവനുള്ള ദൈവം നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ കാണുന്നതിനെയൊക്കെ പിടിച്ച് ദൈവമായി കയറ്റി വെക്കും. പ്രയാസങ്ങൾ മല പോലെ ഹൃദയത്തിൽ കയറ്റി വെച്ച് രോഗം വരും, ഭാരം വരും, എന്തെല്ലാം തരത്തിലുള്ള പ്രയാസങ്ങളാണ് നമ്മുടെ ജീവിതത്തെ നമ്മളെ അലട്ടുകയാണ്, ദിനം പ്രതി അലട്ടുകയാണ്. ഈ അലട്ടുന്ന സ്പിരിറ്റ് നമ്മളിന്ന് അഴിഞ്ഞു പോകട്ടെ. ഈ യോഹന്നാൻ്റെ എഴുതിയിരിക്കുന്ന ഈ വെളിപ്പാടിനകത്ത് 5-ാം അധ്യായം തുടങ്ങുമ്പോഴെങ്ങനെയാണെന്ന് ചോദിച്ചാൽ സ്വർഗം തുറക്കുന്നതായിട്ടാണ് കാണുന്നത്. 5-ാം അധ്യായത്തിന് ആദ്യം ഇങ്ങനെയാണ്, ഞാൻ സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ്റെ വലം കൈയിൽ അകത്തും പുറത്തും എഴുത്തുള്ളതായി 7 മുദ്രയാൽ മുദ്രയിടപ്പെട്ട ഒരു പുസ്തകം കണ്ടു. അപ്പോൾ സ്വർഗത്തിൽ പുസ്തകങ്ങളുണ്ട്, മുദ്രയിട്ടിരിക്കുന്ന പുസ്തകമാണ്. ഈ പുസ്തകം ആർക്കും തുറക്കാൻ അവകാശമില്ല. മുദ്ര പൊട്ടിക്കുവാൻ ഒരാൾക്ക് മാത്രമേ അവകാശമുള്ളൂ. അപ്പോൾ മുദ്ര പൊട്ടിക്കാൻ സ്വർഗത്തിൽ ആരും ഇല്ലാഞ്ഞിട്ട്, ഒരു മനുഷ്യരോ ഒരു ദൂതനോ അവിടെ ഇല്ലാഞ്ഞിട്ട് ഈ യോഹന്നാൻ കരയുന്നതായിട്ടാണ് കാണുന്നത്. യോഹന്നാൻ വളരെ കരയുന്നു. അതാണ് ഭാഗത്തിൽ എഴുതി വെച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്, ആ പുസ്തകം തുറപ്പാനും അതിനെ മുദ്ര പൊട്ടിപ്പാനും യോഗ്യൻ ആരുള്ളൂ എന്ന് അത്യുച്ചത്തിൽ ഘോഷിക്കുന്ന ശക്തനായൊരു ദൂതനെയും കണ്ടു. ഒരു ശക്തനായ ദൂതൻ ഇത് ആര് പൊട്ടിക്കുമെന്ന് ചോദിക്കുകയാണ്. ആരാണിതിന് യോഗ്യൻ? പുസ്തകം തുറപ്പാനോ നോക്കുവാനോ സ്വർഗത്തിലും ഭൂമിയിലും ഭൂമിക്ക് കീഴിലും ആർക്കും കഴിഞ്ഞില്ല. പുസ്തകം തുറന്ന് വായിപ്പാനെങ്കിലും അത് നോക്കുവാനെങ്കിലും യോഗ്യനെ ആരെയും കാണായിക കൊണ്ട് ഞാൻ ഏറ്റവും കരഞ്ഞു. പുസ്തകം തുറക്കാൻ വയ്യെങ്കിൽ നമ്മുടെ ബാങ്കിൽ നമുക്ക് കുറേ കാശ് കിട്ടുന്നുണ്ട്, 10 ലക്ഷം അല്ലെ 20 ലക്ഷം രൂപ കിടപ്പുണ്ടെന്ന് വിചാരിക്കുക. നമുക്കതിൻ്റെ പാസ്ബുക്കും അതിൻ്റെ ഡീറ്റെയിൽസും ഇല്ലെങ്കിൽ എന്നാ പ്രയോജനമാണ്? വീട്ടിൽ ഇരുന്നുകൊണ്ട് ദരിദ്രമായിട്ട് ജീവിക്കാമെന്നല്ല, അതെടുത്ത് ഉപയോഗിക്കാൻ നമുക്ക് പ്രയോജനമില്ല. അങ്ങനെ തന്നെയാണ് വേദപുസ്തകത്തിൽ ദൈവത്തിൻ്റെ മഹത്വം എല്ലാം എഴുതി വെച്ചിരിക്കുകയാണ്. ഈ പുസ്തകം തുറക്കാൻ അവകാശം ആർക്കുമില്ല. പക്ഷേ ഇവിടെ നമ്മൾ പറയുന്നു, യോഹന്നാൻ കരഞ്ഞപ്പോൾ ദൈവദൂതൻ പറയുകയാണ്, നീ എന്തിനാ കരയുന്നത്? കരയണ്ട, നോക്കിയ പുസ്തകം ഇന്ന് തുറന്ന് വായിപ്പാനെങ്കിലും അത് നോക്കുവാനെങ്കിലും യോഗ്യനെ ആരെയും കണ്ടില്ല. അപ്പോൾ മൂപ്പന്മാരിൽ ഒരുത്തൻ എന്നോട്, കരയേണ്ട, യഹൂദാ ഗോത്രത്തിലെ സിംഹവും ദാവീദിൻ്റെ പേരുമായവൻ പുസ്തകവും അതിൻ്റെ 7 മുദ്രയും തുറപ്പാൻ തക്കവണ്ണം ജയം പ്രാപിച്ചിരിക്കുന്നു. എന്താ? യഹൂദാ ഗോത്രത്തിൽ വന്ന സിംഹവും ദാവീദിൻ്റെ പുത്രനായി വന്ന, ദാവീദിൻ്റെ പേരിൽ കൂടെ വന്ന യേശു ക്രിസ്തു ഈ പുസ്തകം തുറക്കാൻ മതിയായവന്. ഞാൻ സിംഹാസനത്തിൻ്റെയും 4 ജീവികളുടെയും നടുവിലും മൂപ്പന്മാരുടെ മധ്യത്തിലും ഒരു കുഞ്ഞാട് അറുക്കപ്പെട്ടതുപോലെ നിൽക്കുന്നത് കണ്ടു. അതിന് 7 കൊമ്പും സർവ്വഭൂമിയിലേക്ക് അയച്ചിരിക്കുന്ന 7 ദേവാത്മാക്കളുള്ള 7 കണ്ണും കണ്ടു. അവൻ വന്ന് സിംഹാസനത്തിൽ ഇരിക്കുകയാണ്. അപ്പോൾ പുസ്തകം തുറക്കുന്നത് കുഞ്ഞാടാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ ഏത് കാര്യത്തിനും അവൻ മധ്യയായവനാണ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളോട് പറയാണ്, കുഞ്ഞാട് അറക്കപ്പെട്ട് ജയമെടുത്തു കഴിഞ്ഞിരിക്കുന്നു. അവൻ സ്വർഗത്തിൽ പിതാവിൻ്റെ വലതുഭാഗത്തിരിക്കുന്നു. അവൻ നമുക്ക് വേണ്ടി മധ്യസ്ഥത ചെയ്യുന്നു. നമുക്ക് വേണ്ടി അവൻ നിരന്തരം പിതാവിൻ്റെ സന്നിധിയിൽ നിന്ന് ഇൻ്റർസീഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതാണ് പ്രോഫറ്റിക് മിനിസ്ട്രിയാണ് യേശു ക്രിസ്തുവിൻ്റെ. അതും നമ്മൾ മനസ്സിലാക്കണം. കർത്താവ് എന്തുമാത്രം ശക്തമായ പദവിയാണ് സ്വർഗത്തിൽ പിതാവാം ദൈവത്തിൻ്റെ കൂടെ ഇരിക്കുന്ന യേശുവിനുള്ളത്. അതിൻ്റെ ഒരല്പമെങ്കിലും നമ്മൾ മനസ്സിലാക്കിയാൽ നമ്മൾ ദൈവത്തിൻ്റെ മഹത്വം കൊണ്ട് എപ്പോഴും ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങും. നമ്മൾ ദൈവത്തിൻ്റെ ആത്മാവിനാൽ നിറയണം, പരിശുദ്ധാത്മാ നമ്മുടെ മേൽ ഉണ്ടാകണം, സ്വർഗം കാണാൻ ആഗ്രഹിക്കണം, ദൈവ തേജസ് നമ്മുടെ മേൽ വരട്ടെ. അപ്പം നമ്മൾ മനസ്സിലാക്കണം ഒന്നും കൂടെ, റിഡംഷൻ, ജസ്റ്റിഫിക്കേഷൻ, ഡെലിവറൻസ് ആൻഡ് ഇറ്റേണിറ്റി. അതായത്
വിടുതൽ, നീതീകരണം, സ്വാതന്ത്ര്യം, വിടുതൽ, ഇറ്റേണൽ ലൈഫ്, നിത്യമായ ജീവൻ, ഇവയെല്ലാത്തിൻ്റെ ഉടമസ്ഥൻ യേശു ക്രിസ്തു മാത്രമാണ്. അവൻ്റെ രക്തം കൊണ്ടാണ് ഇത് നമുക്ക് വാങ്ങിക്കാനൊക്കുന്നത്. മറുവിലയായിട്ട് യേശുവിൻ്റെ രക്തം തന്നു കഴിഞ്ഞു. വേറെ എന്തെങ്കിലും കൊണ്ട് ചെന്നാൽ കയ്യിന് വന്ന അനുഭവം നമുക്കും വരും. അത് വരാതിരിക്കട്ടെ. നമ്മുടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ, ക്രിസ്തുവിൻ്റെ ആത്മാവിൽ. അത് കർത്താവ് പറയുന്നുണ്ട്, കയ്യിനോട് പറഞ്ഞു, എന്താ നന്മ ചെയ്യാതിരിക്കുന്നത്? തിന്മ നിൻ്റെ വാതിക്കൽ ഇരിപ്പുണ്ട്. നന്മ ചെയ്യാതിരുന്നാൽ തിന്മ അകത്ത് കയറുമെന്ന്. അതുകൊണ്ട് നന്മ ചെയ്യാൻ ശ്രദ്ധിക്കുക, ക്രിസ്തുവിൽ ഉറച്ചു നിൽക്കുക. നമുക്ക് പ്രാർത്ഥിക്കാം. നാഥാ, നിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ഞങ്ങളുടെ മേൽ അയച്ചു തരണമേ. നന്മ ചെയ്യുന്നതിന് പ്രത്യേക ഒരു പ്രസക്തി ഇട്ട് തരണം കർത്താവേ. ആത്മാവ് തീഷ്ണതയും ദാഹവും ഉണ്ട് കർത്താവേ. എന്നാൽ ആരെ പുസ്തക ചുരുളെ കഴിക്കും? ആരെ ഈ മുദ്ര പൊട്ടിക്കും? ആരിത് വായിക്കും? അതുതന്നെ കർത്താവേ, ഈ പുതിയ നിയമത്തിൽ അതുപോലെ തന്നെ എഴുതിയിട്ടുണ്ട് കർത്താവേ. ഷണ്ണനായ ഒരു മനുഷ്യൻ, എത്യോപ്യൻ രാജ്ഞിയുടെ ഷണ്ണൻ കുതിരപ്പുറത്ത് യാത്ര ചെയ്തപ്പോൾ പുസ്തകം വായിച്ചുകൊണ്ടേയിരിക്കുകയാണ്, പക്ഷെ ഒന്നും മനസ്സിലായില്ല. ഫിലിപ്പോസിനെ ദൈവം അടുക്കലോട്ട് പറഞ്ഞു വിട്ടിട്ട്, വായിക്കുന്നത് വല്ലതും മനസ്സിലാക്കുന്നോ എന്ന് ചോദിച്ചു. ഇല്ല. ആരെങ്കിലും പൊരുൾ തിരിച്ചു തരാതെ എങ്ങനെ മനസ്സിലാക്കും? അങ്ങനെ ഷണ്ണൻ്റെ കൂടെ ഫിലിപ്പോസ് യാത്ര ചെയ്തു. പൊരുൾ തിരിച്ചു കൊടുത്തു. അവർ വെള്ളത്തിൻ്റെ അടുക്കൽ ചെന്ന് വെള്ളത്തിൻ്റെ ഇറങ്ങിൽ സ്നാനം ഏറ്റെടുത്തു. സ്നാനം കഴിഞ്ഞപ്പോൾ പിന്നെ ആ മനുഷ്യനെ കണ്ടില്ല. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ നമ്മുടെ കൂടെ നിന്ന് പ്രവർത്തിക്കുന്നതിന് സ്തോത്രം. കർത്താവേ, നിൻ്റെ വിശുദ്ധ രക്തത്താൽ ഞങ്ങളെ വീണ്ടെടുത്തു എന്ന് മനസ്സിലാക്കി, ആ രക്തത്തിൻ്റെ വില മനസ്സിലാക്കിയുണ്ട് അതിന് കൊടുക്കേണ്ടതായ പ്രാധാന്യം കൊടുത്ത് വിശുദ്ധ രക്തത്തെക്കുറിച്ച് എന്നും ചിന്തിക്കാനും അതിൽ കഴുകി ശുദ്ധീകരിച്ച് വെടിപ്പാക്കാൻ ഞങ്ങളുടെ ഹൃദയത്തെ ശുദ്ധീകരിച്ചുകൊണ്ടേയിരിക്കണമേ. അതാ നീ ചെയ്തിരിക്കുന്ന വലിയ കൃപകൾ, വലിയതായിട്ടുള്ള ഈ പ്രവൃത്തി ഞങ്ങളുടെ മേൽ, നിൻ്റെ മേൽ കൃപ അയക്കാൻ ഇടയാക്കി. അതുകൊണ്ട് നിൻ്റെ കൃപായുഗത്തിൽ ജീവിക്കുന്ന ഞങ്ങൾ വിനയപ്പെട്ട് നിൻ്റെ സന്നിധിയിൽ വന്ന് നീ ചെയ്ത നന്മകളുടെ അല്പമെങ്കിലും പ്രാപിച്ചെടുത്തിട്ട് മറ്റുള്ളവർക്കൂടെ കൊടുക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. അപ്പച്ചൻ അതിനു വേണ്ടി വാതിൽ തുറന്നു തന്നതിന് സ്തോത്രം. പൊരുളുകൾ മനസ്സിലാക്കിച്ചു തരുന്നത് മറ്റുള്ളവർക്കൂടെ മനസ്സിലാക്കാൻ ആത്മാവിൻ്റെ കണ്ണ് തുറക്കണമേ. കർത്താവേ, ഞങ്ങളുടെ തലമുറകളുടെ മേൽ ഈ അനുഗ്രഹം കടന്നു ചെല്ലട്ടെ. കർത്താവേ, നീ വാഗ്ദത്തം ചെയ്ത പോലെ ഇവയെല്ലാം ഞങ്ങളുടെ തലമുറകളിൽ ചെന്ന് പതിയുമെന്നുള്ളത് സംശയമില്ല. നീ ഏൽപ്പിച്ച ജോലി 100% വിശ്വസ്തയോടെ ചെയ്യാൻ ഞങ്ങളെ അനുവദിച്ചാട്ടെ പച്ച. ഞങ്ങൾക്ക് വേണ്ടി നീ പ്രതിഫലമായിട്ട് ജീവനും സമൃദ്ധിയും അനുഗ്രഹം കൊണ്ട് നിറച്ച് നിത്യമായ ജീവനെ കൊണ്ട് തന്നതിന് സ്തോത്രം ചെയ്യുന്നു. പ്രാർത്ഥന കേട്ട് ഉത്തരം തന്ന ദൈവത്തിന് നന്ദി. യേശു ക്രിസ്തുവിൻ്റെ പൊന്നുനാമത്തിൽ തന്നെ. ആമേൻ.